ഉമ്മച്ചി റെഡിയായാ? ശരി, അപ്പൊ നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് ഇൻട്രോ പറഞ്ഞിട്ട് നമുക്കങ്ങനെ തുടങ്ങാം. വേറെ ഒന്നുമല്ല, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ചക്ക വീഡിയോ ചെയ്തില്ലേ, ചക്ക വീഡിയോ ചെയ്തതിന് ശേഷം മുച്ചിനെ കൊണ്ടുവന്നിട്ട് ചക്ക വീഡിയോ നമ്മൾ ചെയ്തതിന് ശേഷം ഭയങ്കര ഉമ്മച്ചിക്കാണ് കൂടുതൽ ഫാൻസ്. ഒരുപാട് പേര് വിളിച്ചിട്ട് ഉമ്മാക്ക് സലാം പറയണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നല്ല നല്ല സപ്പോർട്ടാണ് തരുന്നത്. അപ്പൊ ഞാൻ ഉമ്മച്ചിയുടെ അടുത്ത് പറയും, ഉമ്മച്ചി ഫേസ്ബുക്കും യൂട്യൂബ് അങ്ങനെ ഒന്നും നോക്കലൊന്നുമില്ല. അപ്പൊ ഉമ്മച്ചിയുടെ അടുത്ത് ഞാൻ ഉമ്മച്ചി ഒരുപാട് ആരാധകരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെയൊക്കെ കമന്റ്സ് ഒക്കെ വായിച്ച് കേൾപ്പിക്കാറുണ്ട്. അപ്പൊ ഉമ്മച്ചി പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ, അങ്ങനെ താല്പര്യമുള്ളവരാണെങ്കിൽ നമുക്ക് ചില ചില വെറൈറ്റി കുക്കിങ്ങുകളൊക്കെ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. ഉമ്മച്ചിയുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, ചക്കയും ബീഫും കൂടി വെക്കുന്നത്. അപ്പൊ നമുക്കത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മളുടെ ഇറച്ചിയും ചക്കയും പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ഇറച്ചി കഴുകാൻ നമുക്കിനി ഉമ്മച്ചി. അപ്പൊ എങ്ങനെയാണ് ഇറച്ചി? ഇതിനകത്ത് ഒരുപാട് നെയ്യും കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയതിന്റെ കാര്യം എന്ന് വെച്ചാൽ എന്റെ ഒരു അനുഭവം വെച്ച് എങ്ങനെ ഉമ്മച്ചി പറഞ്ഞു. ഉമ്മച്ചി നെയ്യൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് രസം? നെഞ്ചടിയാണ്, നെഞ്ചടിയും പിന്നെ നല്ല പീസ് ഉണ്ട്, ഇത് എല്ലുണ്ട്, നെയ്യുണ്ട്, ഇതുണ്ട്, ഇതൊക്കെ ഇല്ല, ഇത് നെഞ്ചടിയാണ്. ഇതൊക്കെ ഇട്ട് വെച്ചാലേ ടേസ്റ്റ്, ഒറ്റ പീസിൽ വെച്ചാൽ ഇത്രയും ടേസ്റ്റ് കിട്ടില്ല. എല്ലാരും കൂടി കൂടിയിട്ട് വേണം. അപ്പൊ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മൾ എക്സ്ട്രാ ഇപ്പൊ കപ്പയും ഇറച്ചിയും അതുപോലെ ചക്ക, ഇത് പറയുമ്പോൾ തന്നെ കൊതിയായിട്ട് വയ്യ, ചക്കയും ഇറച്ചിയൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഇത് വേണം, നെയ്യും എല്ലൊക്കെ കൂടി വേണം. നമ്മുടെ ഇവിടെ ഗ്രാമപ്രദേശമൊക്കെ അതിൻ്റെ നമുക്ക് പറയണ പാട്ട് കട്ട് ചെയ്ത് തരും. ഇപ്പം നെഞ്ചടി എന്ന് പറഞ്ഞാൽ നെഞ്ചിൻ്റെ പാട്ട്, എല്ല് കടിച്ചു കഴിഞ്ഞാൽ പൊട്ടണ നുറുങ്ങി വരുന്ന എല്ലുകളാണ്. അതും നെയ്യും ഇറച്ചി എല്ലാം കൂടിയിട്ടുള്ള പാട്ടാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇറച്ചി കഴുകുന്ന സീനാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇനി ഇറച്ചി കഴിയുന്നതിന് ശേഷം ഇനി അടുത്ത പരിപാടികളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇത് ചക്ക നന്നാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇറച്ചി നന്നാക്കി, അതുപോലെ ഇറച്ചി നന്നാക്കി നമ്മൾ കണ്ട് ഇറച്ചിയുടെ കാഴ്ചകൾ. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ഇരുന്നപ്പോൾ ചക്കയും ഇറച്ചിയും കൂടി തിന്നാനുള്ള ഒരു ആഗ്രഹം തോന്നി. അപ്പോൾ ഉമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഉമ്മച്ചി പറഞ്ഞു, എന്നാൽ പിന്നെ നമ്മുടെ ഇവിടെ ചക്ക ഉണ്ടല്ലോ, ഇത് നമുക്ക് ഇന്ന് തന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതെ ഒരു ചക്ക, ചെറിയൊരു ചക്ക എടുത്ത് അതിപ്പോൾ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു. ഞാനും ഉമ്മച്ചിയും കൂടി. ഞാനെന്ന് പറയുമ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ മാർക്കറ്റിൽ പോയിട്ട് ഇറച്ചി മേടിച്ച്, മാർക്കറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമപ്രദേശമല്ലേ, അപ്പോൾ അവിടെ ചെന്ന് 3-4 കടകളൊക്കെ ഉണ്ട്. അതിൽ നിന്ന് ഇറച്ചി മേടിച്ച് അവരെ കൊണ്ട് തന്നെ നുറുക്കിച്ച് മേടിച്ച്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആ കാഴ്ചകൾ കാണാം. കടയിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള പീസ് നമ്മൾ കട്ട് ചെയ്ത് നമുക്ക് മേടിക്കാം. ചക്കയെ നന്നാക്കി കഴിഞ്ഞു. വിദേശത്തുള്ളവർക്ക് അവിടെ സാധ്യമല്ലെങ്കിൽ നാട്ടിൽ വരുമ്പോൾ ഒക്കെ ചെയ്യാം. നിങ്ങളുടെ ഈ വീഡിയോസ് നിങ്ങളുടെ ഭാര്യമാർക്കും അമ്മമാർക്കൊക്കെ ഷെയർ ചെയ്യുക, പെങ്ങന്മാർക്കൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അവരത് നോക്കും. ചിലപ്പോൾ അവരൊക്കെ ഇതിനേക്കാളും എക്സ്പെർട്സുകളായിരിക്കും ഓരോന്ന് ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട്. എന്നിരുന്നാലും നിങ്ങളുടെ താല്പര്യങ്ങളൊക്കെ നിങ്ങൾ അവരെ അറിയിക്കുമ്പോൾ അവർക്കും നിങ്ങൾ വരുമ്പോഴേക്കും അവരും നാട്ടിൽ വരുന്ന സമയത്ത് അവരിങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരും. മിച്ച ചെറിയ കഷ്ണങ്ങളായിട്ടാണ് നുറുക്കുന്നത്. വെന്തതിന് ശേഷമാണ് നമ്മൾ ഇത് ഇടുള്ളൂ, അല്ലെങ്കിൽ ഉടഞ്ഞു പോകും. ഇറച്ചി വെന്തതിന് ശേഷമാണ് ഇടുള്ളൂന്നല്ലേ? അപ്പോൾ ഉടഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ പേര് ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഇടുന്നത് കേട്ടോ, വലിയ വലിയ കഷ്ണങ്ങളല്ല. നിങ്ങൾക്ക് കാണാം, ഇങ്ങനത്തെ ചെറിയ ചെറിയ കഷ്ണങ്ങളാണ് കേട്ടോ. ഈ ബീഫ് എന്ന് പറയുമ്പോഴേ എല്ലാവർക്കും മലയാളികളെ സംബന്ധിച്ച് ബീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്ച്ചോറും ബീഫും പൊറോട്ടയും ബീഫ് ഫ്രൈ ഇങ്ങനെയൊക്കെയുള്ള നോർമലായിട്ട് കുറച്ച് ഐറ്റംസ് ആയിരിക്കും മനസ്സിലേക്ക് ഓടി വരുന്നത്. ചക്കയും ബീഫ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ചിലപ്പോൾ പക്ഷെ കുറവായിരിക്കും. പഴയ ആൾക്കാരൊക്കെ മെയിൻ ഭക്ഷണമായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ചക്കയും ബീഫും. ഈ വീഡിയോ നാട്ടിലുള്ള എല്ലാ എന്റെ പ്രേക്ഷകർക്കും, പ്രത്യേകിച്ച് പതിവ് പോലെ തന്നെ എന്റെ എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കുമായിട്ട് ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നിങ്ങളെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ മനസ്സിലേക്ക് അത്തരം നാട്ടിലെ നമ്മുടെ പഴയകാല ഓർമ്മകളും മറ്റു നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം തന്നെ ഞാൻ നടത്തുന്നുണ്ട്. അത് നല്ലൊരു ശതമാനം വിജയിച്ചു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം അതുപോലെയാണ് എന്റെ പ്രവാസി സുഹൃത്തുക്കൾ എന്നെ ഫോണിൽ വിളിച്ചിട്ടും മെസ്സേജുകളൊക്കെ ആയിട്ട് എനിക്ക് തരുന്ന സപ്പോർട്ട്. കുക്കിങ്ങിലേക്ക് പോകാം. എന്തെങ്കിലും പറയാനുണ്ടോ? ഭയങ്കര ചൂടാണ്. നമ്മൾക്ക് ഇവിടെ ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അംബ്രല്ല വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വീഡിയോ അത്ര ക്ലിയർ ഉണ്ടാവില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കിനി കുക്കിംഗ് നമുക്ക് കാണാം. കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? ഗ്യാസ് കത്തിക്കേണ്ടത് എന്തായാലും കത്തിക്കും. ഓക്കെ നമ്മൾ പതിവ് പോലെ നമ്മുടെ ഒരു ഉരുളിയാണ് ഇന്നത്തെ താരം. ഉരുളിയിലാണ് നമ്മൾ വെക്കുന്നത്.
ഉരുളിയിലാണ് ഉമ്മച്ചിക്ക് ഉമ്മച്ചിയുടെ പല പ്രധാനപ്പെട്ട വിഭവങ്ങളും ഉരുളിയിലാണ് ഉണ്ടാക്കാറ്. ഇതാ ഉരുളിയിൽ അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഉരുളി ചൂടാവുന്ന മുറക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ബാക്കി ഇവിടെ എന്തൊക്കെയാണ് ഉമ്മച്ചി റെഡിയാക്കി വെച്ചേക്കണത്? ഇവിടെ സവാള നന്നാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് പറഞ്ഞ ഐറ്റംസ് ഒക്കെ പറഞ്ഞ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തക്കാളി, പച്ചമുളക്, വേപ്പില, കരയാമ്പൂ, ഒരു മിനിറ്റ്. കരയാമ്പൂ, കറുകപ്പട്ട, ജീരകം. ഇത് ഈ മരത്തിന്റെ വിരല് നമ്മുടെ തായ്ലൻഡിൽ നിന്നുള്ളതാണ്. അപ്പൊ അവിടെയും തായ്ലൻഡ് സാന്നിധ്യം ഉണ്ട് എന്ന കാര്യം മറക്കാതിരിക്കുക. അപ്പൊ എന്തൊക്കെ ഇടിക്കുന്നത് ഇതിനകത്ത്? ഇഞ്ചി, പച്ചമുളക്, വേപ്പില. ഇഞ്ചി, പച്ചമുളക്, വേപ്പിലാണ് ഇത് ഇടിക്കുന്നത്. വെളുത്തുള്ളിയും കൂടിയിട്ടാണ് ഇടിക്കുന്നത്. നമ്മുടെ പറമ്പിലെ പച്ചമുളകാണ്. നമ്മുടെ പറമ്പിലെ നല്ല നാടൻ കാന്താരി മുളക്, പറമ്പിലെ വേപ്പില. ഇതാ ബീഫ് ഇവിടെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഇന്നിപ്പോ കുക്കിങ്ങിന് വേണ്ട സംഭവങ്ങള്. അപ്പൊ അത് മല്ലിപ്പൊടി, മുളക് പൊടിയും ചേർത്ത് മിച്ചി ഇത് വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എണ്ണ ചൂടായി കഴിഞ്ഞു. എണ്ണയിലേക്ക് ഇതേ നമ്മള് സവാള ഇട്ട് വഴറ്റുന്ന കാഴ്ചയാണ് കാണുന്നത്. സവാള നന്നായിട്ട് വഴറ്റ 5 മിനിറ്റ് ആയിട്ടുണ്ടാവും. സവാളൊക്കെ ഒന്നും കൂടി ഒന്ന് ശരിക്കും നല്ല ഇതിലേക്ക് മാറിക്കഴിഞ്ഞു. ഇഞ്ചിയും പച്ചമുളകും ഇടണം അല്ലേ? ഓക്കെ, ഇഞ്ചിയും പച്ചമുളകും ചതച്ചതാണ് ഇനിയിപ്പോൾ ഇടാൻ പോകുന്നത്. നമ്മുടെ തായ്ലൻഡ് ഉരുളിൽ നിന്ന്. തായ്ലൻഡ് ഉൾപ്പെടുത്താത്ത ഒരു സംഭവം നമ്മൾ പറയില്ല കേട്ടോ. കാരണം നമ്മുടെ ഗസ്റ്റുകൾ അധികം തായ്ലൻഡിലേക്കാണ്. 100 കോള് വന്നു കഴിഞ്ഞാൽ നമുക്ക് 60 കോളും തായ്ലൻഡിലേക്കുള്ളവരാണ്. അപ്പോൾ നമുക്ക് തായ്ലൻഡിന് മുൻഗണന. അപ്പം തായ്ലൻഡ് പോയി വന്ന പ്രേക്ഷകർക്കും നമ്മളിൽ നിന്ന് ഇതുവരെ തായ്ലൻഡ് പോയി വന്ന പ്രേക്ഷകർക്കും ഇനി പോകാനുള്ള എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ പേരിൽ, എൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നതോടൊപ്പം ഈ രുചികരമായിട്ടുള്ള ഭക്ഷണത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ വീണ്ടും ക്ഷണിക്കുന്നു. ഈ നമ്മുടെ വീഡിയോസ് കാണുന്നവരിൽ നല്ലൊരു ശതമാനം ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും സന്തോഷം. എന്താണ് കറുകപ്പട്ട ഇട്ടിട്ടുണ്ട്. കറുകപ്പട്ട, ജീരകം, പെരിഞ്ജീരകം അല്ലേ? കറുകപ്പട്ട, പെരിഞ്ജീരകം, പിന്നെ കരയാമ്പൂവും തക്കോലമാണ് പെട്ടിരിക്കുന്നത്. തക്കോലം എന്ന് പറയുന്നത് എന്താണെന്ന് ഒന്ന് കാണിച്ചത്? തക്കോലം അറിയാൻ പറ്റും, എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ കരയാമ്പൂ, തക്കോലൊക്കെ ഇട്ട് ഇപ്പൊ തന്നെ നല്ല ഇത്. ഞാൻ പറയുമ്പോൾ എനിക്ക് മടിയാണ്. ഉമ്മിച്ച് ചീത്ത പറയും. പണ്ടൊക്കെ ആണെങ്കിൽ നല്ല മണം തന്നെ നടക്കുന്നതെന്ന് പറയാൻ പാടില്ല. ഭക്ഷണത്തിന്റെ രുചിയോ എന്ന് പറയോ. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ വീഡിയോ കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ മണം ഉണ്ടെങ്കിൽ മണം എന്ന് പറഞ്ഞാൽ തന്നെ അറിയുള്ളൂ. വീഡിയോയിൽ മണം അറിയാനുള്ള ഇതില്ലല്ലോ. അപ്പോൾ നല്ല മണമുണ്ട്. അതുപോലെ വേപ്പില, നാടൻ വേപ്പിലൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്യുന്ന കാഴ്ചയാണത്. അതുപോലെ തക്കാളി പിന്നെ തക്കാളി ഇടുന്നു. ഇതെല്ലാം കൂടി ഇട്ടിട്ട് എത്ര നേരം ഇത് ചെയ്യണം വെച്ച്? ഓക്കെ, പതുക്കൊന്ന് വഴറ്റിയാൽ മതി. ഇനി ഇറച്ചി കിടന്ന് വേവും അല്ലേ? ശരി. മല്ലി, മുളകും എന്തൊക്കെയാണ്? മഞ്ഞൾപ്പൊടി കൂടി വറുത്ത് വെച്ചിട്ടുണ്ട്. ഉമ്മിച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് വറുത്ത് വെച്ചതാണ് ഇതിനകത്തേക്ക് കൂട്ടുന്നത് കേട്ടോ. വറുത്തെടുത്തതാണ്. ഓക്കെ, അപ്പോൾ ഇത്തിരി മഞ്ഞൾ കുറവെന്ന് ഉമ്മച്ചിക്ക് തോന്നിയതിൻ്റെ പേരിൽ ഒരു അല്പം മഞ്ഞളും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ തോന്നിയാൽ അത് ഓരോരുത്തരുടെ താല്പര്യങ്ങൾ അനുസരിച്ചിട്ട് അന്നേരത്തെ കുക്ക് ചെയ്യുമ്പോഴുള്ള ഐഡിയ പോലെ നിങ്ങളത് ചെയ്യുക. മസാല റെഡി ആയി കഴിഞ്ഞ് ഇനി എന്താണ് അടുത്ത നടപടി? എന്താണ്? ഇനി ബീഫ് ഇടും. വേവിച്ച ബീഫാണ്. വേവിച്ചിട്ടില്ല, വേവിക്കാൻ വേണ്ടിയിട്ട്. സോറി കേട്ടോ, പറഞ്ഞ മാറിപ്പ്. ബീഫ് അതിനകത്തേക്ക് ഇട്ട് ബീഫിട്ട് ശരിക്കും മസാല പിടിക്കുന്നതിൽ കുറച്ച് നെയ്യ് അധികം ഉണ്ട്. മിച്ച് ചക്ക ഇടാനുള്ളതിൻ്റെ പേരിൽ നെയ്യൊക്കെ അധികം തന്നെ ഇട്ടിട്ടുണ്ട്. എന്നാലും രുചി ഉണ്ടാവുള്ളൂ. നമ്മൾ സാധാരണ തുടപ്പീസ് മാത്രം ഇതിൻ്റെ നെയ്യും ഇതൊന്നും ഇല്ലാണ്ട് നല്ലൊരു പീസ് മാത്രം എടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ഇത്ര രുചി കിട്ടിയത് വരില്ല. ഇതപ്പോൾ നല്ല രീതിയിൽ നെയ്യും എല്ലും ഇറച്ചി എല്ലാം കൂടി ചേർന്ന് മേടിച്ചിരിക്കുന്ന പാത്രം തന്നെ ഞങ്ങളിവിടെ നെഞ്ചടി എന്ന് പറയും. വെള്ളമൊന്നും വേണ്ട. ഇതിന് വെള്ളമൊന്നും വേണ്ട. കാരണം എന്താ വെച്ചാൽ ഇതില് വെള്ളമുണ്ട്, പിന്നെ നെയ്യ് പുരുകും. അപ്പൊ ഇതില് വെള്ളമായിക്കോളൂ, അതില് കിടന്ന് വേണം. അപ്പോൾ ഇതാണ് പറഞ്ഞ പോലെ തന്നെ ഈ നെയ്യ് ഉരുകുമ്പോൾ വന്ന വെള്ളവും ഇപ്പൊ തന്നെ വെള്ളം ഇത് വന്നു തുടങ്ങി. നെയ്യ് ഉരുക്കിയിട്ട് അപ്പൊ അതിൽ തന്നെ കിടന്ന് വേവണം എന്നാണ് പറയുന്നത്. അടച്ചു വെച്ചിട്ട് ഒരു
3/4 മണിക്കൂർ. അടച്ചു വെച്ചാൽ 3/4 മണിക്കൂർ. ഓക്കെ. അപ്പോൾ അത് അടച്ചു വെച്ച് 3/4 മണിക്കൂർ കഴിഞ്ഞു. 3/4 മണിക്കൂർ എടുക്കും. അത്ര ടൈം എടുക്കും? ഇത് ഉരുളിയിലാണ്, നെഞ്ചടിയാണ്, എല്ലാം എന്ത് വരണം. അപ്പൊ അതിന്റെ പേരിൽ കുക്കറിലാണെങ്കിൽ 10 മിനിറ്റ് മതി. കുക്കറിലാണെങ്കിൽ 10 മിനിറ്റ്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങളുടെ അടുത്ത് പറയാനുള്ള അഡ്വൈസ്, കുക്കറിലാണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഈ സംഭവം റെഡി ആയിരിക്കും. കുക്കറിലല്ല എന്നുണ്ടെങ്കിൽ 1/2-3/4 മണിക്കൂർ എടുക്കും. കാരണം എല്ലാം കാര്യങ്ങളെല്ലാം വേവണം, ചെറിയ ഫ്ലെയിമിലായിരിക്കും. അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ എത്ര മിനിറ്റ് ആയിട്ടോ അമ്മച്ചി? ഒരു 3/4 മണിക്കൂറായിട്ടുണ്ടാവും. 3/4 മണിക്കൂറാ? 40-45 മിനിറ്റ് ആയിട്ടുണ്ടാവും. നമ്മുടെ ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കണം. ഈ ഉരുളിയിൽ അതിൻ്റെ പേരിൽ ടൈം എടുക്കും. അപ്പോൾ ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് എന്താണ് ഇനി ചക്ക ഇടണം. 1 മിനിറ്റ്. അപ്പോൾ ഇനിയിപ്പോൾ തിളച്ചിരിക്കണ ഇറച്ചിയിലേക്ക് ചക്ക ഇടുന്നത് അല്ലേ? ഓക്കെ, ശരി ശരി. അപ്പോൾ ഇട്ടോ. അപ്പോൾ നമ്മുടെ ഉരുളിയിലേക്ക് ചക്ക ഇട്ടു. ചക്ക ഇട്ടതിന് ശേഷം ചക്കയും ഇറച്ചിയും കൂടിയിട്ട് മിക്സ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. നമ്മൾ വെള്ളം ഒഴിക്കാതെ വേവിച്ചിട്ട് ഇപ്പം നെയ്യ് കണ്ടില്ലേ? നെയ്യില് ഈ ചക്ക കിടന്ന് വേവും. അതായത് ഇതിന്റെ ഗുട്ടൻസ് എവിടെ കിടന്നു വെച്ചാൽ നമ്മൾ ഈ ഇറച്ചിയുടെ നെയ്യ് നമ്മൾ കണ്ട് തിളയ്ക്കുന്ന ഇറച്ചി പറയും ഇങ്ങനെ വായിൽ വെള്ളം വരുന്ന സുഹൃത്തുക്കളെ. അപ്പൊ ആ നെയ്യിൽ കിടന്നിട്ട് ഈ ചക്ക വേവണം എന്നുള്ളതാണത്. ഇതാ അപ്പൊ ചക്ക എടുത്തിട്ടുകൊണ്ടിരിക്കുന്നു ആവശ്യത്തിന്. അത് നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ചിട്ടും എത്ര മെമ്പേഴ്സിനനുസരിച്ചിട്ടും സെറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഇറച്ചിയും ചക്കയും കൂടി വെക്കുന്ന രീതി. ഇപ്പോൾ ഗൾഫിലുള്ളവരൊക്കെ അവിടെ എന്തെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ വെച്ച് നോക്കുക. അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഭാര്യമാർക്കും പെങ്ങന്മാർക്കും ഉമ്മമാർക്കും അമ്മമാർക്കും എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കുക, ഒന്ന് കാണാൻ പറയാം. നാട്ടിലെ ചക്ക ഒരുപാട് സ്ഥലങ്ങളിൽ വീണ് ചീഞ്ഞും നാശമായിട്ടൊക്കെ പോകുന്നുണ്ട്. ചെറിയ രീതിയിൽ നിങ്ങളത് ഉപയോഗപ്പെടുത്ത്. ഇത് ചക്ക ചെമ്മീനിട്ട് വെക്കാൻ പറ്റും, ബീഫ് ഇട്ട് വെക്കാൻ പറ്റും, കോഴി ഇട്ട് വെക്കാൻ പറ്റും, പല രീതിയിലും വെക്കാൻ പറ്റും. പക്ഷെ ബീഫിനോളം രുചി വേറെ ഒന്നിനോളം വരില്ല. അമ്മച്ചി വേറെ എന്താണ് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണത്? ഇത് 10 മിനിറ്റ് ഇങ്ങനെ ആവിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ മതി. ഇത് പടച്ചിട്ട് കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് വെന്തോളും. ഓക്കെ, 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് വെന്തോളും. ഓക്കെ, ഇതൊന്ന് മാറ്റി നമ്മുടെ പ്രേക്ഷകർക്ക് ഇതിന്റെ ശരിയായിട്ടുള്ള അവസ്ഥ കഴിഞ്ഞിട്ട് ഇതാണ് അവസ്ഥ. ചെറു തീയിൽ 10 മിനിറ്റോളം വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ചക്കക്ക് അധികം വേവിൻ്റെ ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ വെന്തോളും. അപ്പോൾ ഇതാണ് അവസ്ഥ. 40 മിനിറ്റ് എന്ന് പറഞ്ഞപ്പോ കാത്തിരുന്ന് വിശന്നിട്ട് ഒരു രക്ഷയില്ല. ഇതൊന്ന് ആവാൻ വേണ്ടി നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് റെഡി ആയിട്ട് കുറച്ചൊന്ന് കഴിച്ചാലാണ് ഒരു സമാധാനം ആവുള്ളൂ. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക, ഒന്ന് ആയിക്കോട്ടെ. ഒരു 10 മിനിറ്റ് കൂടി ഒന്ന് കാത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാവുന്ന ഭാഗത്തിലേക്ക് എത്തും. അത് കഴിഞ്ഞ് നമ്മൾ കഴിച്ച് നിങ്ങളെ കാണിച്ചിരിക്കും. അതിനുശേഷം കൃത്യമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു തരാം. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഈ ഇതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട്, അതായത് ഈ ചക്കയും ബീഫിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഉള്ളി, ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് നമ്മൾ എന്താ വെച്ച് പറയുന്നത് താളിക്കണ പരിപാടിയാണ് നടക്കുന്നത്. അത് അപ്പോൾ അതും ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് കാണാം. ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്കത് അതിലേക്ക് പച്ചമുളക് ഇട്ട് തളിക്കാനായിട്ട്. അതുപോലെ വേറെ നോക്കി കഴിഞ്ഞാൽ അടുത്തത് വേപ്പില ഇട്ട് ഇതെന്തിനാണ് ശരിക്കും മുകളിൽ ഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടത്? കൊളസ്ട്രോള് ഇതിനൊക്കെ സൗകര്യപ്രദമായിട്ടാണ്. നല്ല നെയ്യൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പറയുന്നത് കൊളസ്ട്രോൾ വരില്ല നമുക്ക്. സാരില്ല. പക്ഷെ മനുഷ്യന്മാരെന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ ആഗ്രഹം പോലൊക്കെ കഴിക്കുക എന്നാണ്. ഓക്കെ, ചൂടാക്കി എണ്ണ എടുക്കാൻ പാടില്ല എന്നാണ് പറയുക. പക്ഷെ അതൊന്നും അങ്ങനെയൊന്നും കൃത്യമായിട്ടൊന്നും പാലിക്കപ്പെടാറില്ല. അതിനകത്ത് എവിടെയും നമ്മൾ കണ്ട ഹോട്ടലുകളിലൊക്കെ കരിയോയിലൊക്കെ ഇട്ടിട്ടാണ് പൊരിക്കുന്നത്. എന്തായാലും ഇപ്പൊ തന്നെ എടുക്കുമല്ലേ? ഓക്കെ. അപ്പോൾ ഇതാ നമ്മൾ താളിച്ചത് റെഡി, ഇത് ബീഫ് റെഡി, ചക്ക റെഡി, എല്ലാ സംഭവം. ചക്ക കറക്റ്റ് പാകമായി കഴിഞ്ഞിട്ടാ. ചക്ക കൃത്യം പാകമായി കഴിഞ്ഞ് ഇനി ഇത് താളിച്ചത് എടുക്കാൻ വെച്ച് ഒരു പോട്ട് കഴിക്കാൻ. അപ്പോൾ നമുക്ക് കഴിക്കാനുള്ളത് നമ്മളെടുത്ത് ഇനി ഇതാ താളിച്ച് വെച്ചിരിക്കുന്ന ഈ സംഭവങ്ങളൊക്കെ എടുത്തിട്ട്, അതായത് ഉള്ളി, പച്ചമുളക്, വേപ്പിലെല്ലാം കൂടിയിട്ട് നമ്മൾ താളിച്ച് റെഡിയാക്കി വെച്ചിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഐറ്റം റെഡി ഒന്ന് കാണിച്ചു വെച്ചാൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഐറ്റം. ചക്ക, ബീഫ്, അതുപോലെ നമുക്ക് കാണാതെ താളിച്ച് നല്ല
ഭംഗി കാണാനും ഭംഗിയുണ്ട്, കഴിക്കാനും കഴിക്കാനും രുചി ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഉമ്മിച്ചി, അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. ഇതിനെപ്പറ്റി എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എല്ലാവരും വെച്ച് കഴിക്കാനാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ റെഡി. അപ്പൊ അതേപോലെ തന്നെ ഇത് കൊതി പിടിച്ചിരിക്കുമ്പോഴാണ് തിരക്കുകൾ കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ എന്തായാലും ആദ്യത്തെ ബൈറ്റ് കഴിച്ചിട്ട് അഭിപ്രായം പറയാം. അടിപൊളി കേട്ടോ അമ്മച്ചി, സൂപ്പർ. ചക്കയും ബീഫിൻ്റെതായിട്ടുള്ള ഒരു രുചിയും ചക്കയുടേതായിട്ടുള്ള എന്താ പറയുക, ചക്കത്തിരി സോഫ്റ്റ് ആണല്ലോ വേവുമ്പോൾ. അപ്പൊ അതും കൂടി ആകുമ്പോൾ എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റ് ആണ്. അത് നിങ്ങൾ കഴിച്ച് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇതിന്റെ കൂടെയുള്ള നെഞ്ചടിയാണ്. അപ്പൊ എല്ല് സാധനം സോഫ്റ്റ് ആണ്, കടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ മുറുക്ക് പൊടിയും. വേറെ വാക്കുകളില്ല. മലയാളികൾക്ക് ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഊഹിക്കാം. ഇത് കഴിക്കാൻ പറ്റാത്ത സുഹൃത്തുക്കളെ, കഴിക്കാൻ പറ്റാത്ത ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ നിങ്ങളെ കൊതിപ്പിക്കണതല്ല. ഓരോ ഐറ്റംസ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ നിങ്ങൾക്ക് കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവുക മനസ്സിൽ. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ സാന്ദർഭികമായിട്ട് ഉണ്ടാക്കി കഴിക്കുക. അപ്പൊ അന്നേരം നമ്മളൊന്ന് ഓർക്കുക. അതുപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണിക്കുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യുക. സാമ്പത്തികവും സമയവും സന്ദർഭമൊക്കെ ഒത്തുവരികയാണെങ്കിലും യാത്ര ചെയ്യുക. യാത്ര കൊണ്ട് എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. എന്റെ സ്ഥാപനമായ റോയൽ സ്കൈ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ സഹായങ്ങളും ചെയ്തിരിക്കും. ഇപ്പോ ഭക്ഷണം അതുപോലെ തന്നെ പരമാവധി എല്ലാ കാര്യങ്ങളും എന്റെ ലൈഫിലൂടെ കടന്നു പോകുന്ന കാഴ്ചകൾ നിങ്ങളെ കാണിക്കാം, കഴിക്കുന്ന ഭക്ഷണങ്ങൾ നിങ്ങൾ കാണിക്കാം. നിങ്ങളായിട്ട് അത്തരം നല്ല അനുഭവങ്ങൾ പങ്കുവെക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് സൂപ്പറായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് നിങ്ങൾ പറയാനുണ്ടോ? ഇങ്ങനെ ചക്കയുള്ള കാലത്ത് ചക്കയും ഇതുപോലെ ഇറച്ചിയൊക്കെ ഇട്ട് വെക്കുക. ചക്ക നല്ലൊരു മായമില്ലാത്തൊരു സംഭവമാണ്. ഓക്കെ, അപ്പൊ മായമില്ലാത്ത സംഭവമാണ് ചക്ക. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്റെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ എല്ലാ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി നെഞ്ചടി ചവച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റൂല. അപ്പൊ ചക്ക മാത്രമായിട്ട്. അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. വിലയേറിയ നിർദ്ദേശങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് ഇനി കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ കുക്കിങ്ങോ മറ്റു സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് നിങ്ങൾ അറിയിക്കുക. ഉമ്മച്ചിയുടെ ഒരുപാട് സ്പെഷ്യൽ കുക്കിങ്ങുകളുണ്ട്. അതൊക്കെ ഞങ്ങൾ ഇനിയും കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങളത് അറിയിച്ചാൽ ഞാനും ഉമ്മച്ചിയും ഭാര്യയൊക്കെ മക്കളൊക്കെ ചേർന്നിട്ട് വീണ്ടും ഒരുപാട് കുക്കിംഗ് സംഭവങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും. അപ്പൊ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സപ്പോർട്ട് ഒരിക്കൽ കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. ബൈ പറയും. നിങ്ങൾ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ ഹാരിസ് അമീർ അലി എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എൻ്റെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ഇതുവരെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഹാരിസ് അമീർ അലി എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഹാരിസ് അമീർ അലി എന്ന പേജിൽ വന്ന് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. അതിന് താഴെയുള്ള 3 ഡോട്ടിൽ പ്രസ് ചെയ്താൽ ഫോളോയിങ് ബട്ടൺ ലഭ്യമാണ്. അതിൽ പ്രസ് ചെയ്ത് സീ ഫസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.